ജിൻഡോ ജോൺ, ഇവിടെ നമ്മൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ നമ്മൾ ചുമ്മാ വെറുതെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ജാതിയുണ്ട് മതമുണ്ട് എന്ന് നമുക്ക് അങ്ങേക്കറിയാണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ പരിഗണനകൾ, സ്ഥാനാർത്ഥിയെ നിർത്തൽ, വോട്ട് ചോദിക്കൽ, വോട്ട് തേടൽ, അതിൻ്റെ പരിഗണനകളൊക്കെ ഈ പറയുന്ന അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഈ പുരോഗമനം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ജിൻഡോ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സമവാക്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈഴവ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് ഗണ്യമായി പോയിട്ടുണ്ട്, നായർ വോട്ടുകളൊന്ന് ഗണ്യമായി പോയിട്ടുണ്ട്. പോട്ടെ, ഇനി ആ ഈഴവ നായർ ബെൽറ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ഇതിനോടകം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ വിഭാഗമായി നല്ല ബന്ധത്തിൽ നല്ല റാപ്പ് ഉണ്ടാക്കാൻ ഇതിനോടകം കഴിയുന്നുണ്ട്. അങ്ങനെ BJP പരീക്ഷ നടത്തുന്നു. അതിലവർക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ജിൻഡോ, ഹാഷ്മി, അവർ പരീക്ഷിച്ചോട്ടെ. എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കണമെന്നില്ല. ചില പരീക്ഷണങ്ങൾ വിജയിക്കാം, അവരുടെ പരീക്ഷണം വിജയിക്കാതിരിക്കുക ചെയ്തു. പക്ഷേ ആ പരീക്ഷണത്തെ പരാജയപ്പെടുത്താനുള്ള ഭൗതിക നിലവാരം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിനേക്കാൾ അപ്പുറം BJPയിലെ സാധാരണ പ്രവർത്തകർക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ, ഇവിടെ ഇവർ പറയുന്നത് അവർ പരീക്ഷണങ്ങൾ നടത്തി മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടത്തിയ പോലെ ഒരു പരീക്ഷണം മാത്രമായിട്ട് ഇത് കാണുന്നു. 20% വോട്ട് കിട്ടിയ ഒരു സംസ്ഥാനത്ത് പ്രത്യയശാസ്ത്ര വളർച്ചയുള്ളത് കൊണ്ട് ആര് വന്നാലും അവർക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ വരുന്ന ആളുടെ ഇല്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ ചെറുപ്പം തൊട്ട് പ്രവർത്തിച്ച് വളർന്നു വന്ന ഏതെങ്കിലും ഒരു നേതാവിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം വെറും 40 ദിവസത്തെ മാത്രം പരിചയം കേരളത്തിലെ പൊതുസമൂഹത്തോട്, രാഷ്ട്രീയ രംഗത്തോടുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം പച്ചയ്ക്ക് വ്യക്തമാണ്. BJPയുടെ സംസ്ഥാന ഘടകത്തിൽ പൊരിഞ്ഞ അടിയാണ്. അത് ആരെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാലും മറുവിഭാഗം വലിയ കോലാഹലം ഉണ്ടാക്കും, കലാപം ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവിൽ ഈ പൊരിഞ്ഞ അടിയുടെ ഘട്ടത്തിൽ ആ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒരു കൊള്ളാവുന്ന മുതലാളിക്ക് കൊടുത്തു. അത്രേ ഇതിലുള്ളൂ. അതിനപ്പുറത്ത് ഒരു ഡെക്കറേഷൻ പറഞ്ഞൊന്നും വലിയ ബുദ്ധിമുട്ട് വേണ്ടെന്നേ. ഇദ്ദേഹത്തിന് ചാനലുണ്ട്, അതുപ്രകാരം അദ്ദേഹം BJPക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തും, അല്ലെങ്കിൽ CPMന്റെ നേതാക്കന്മാരുമായിട്ട് പങ്ക് കച്ചവടമുണ്ട്, അതുവഴി CJP മുന്നണിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തും എന്നൊക്കെ പറയുമെങ്കിലും ഈ BJPയുടെ സംസ്ഥാന ഘടകത്തിലെ പൊരിഞ്ഞ അടിയാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തത്, ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. സ്വന്തം പാർട്ടിയുടെ ഫണ്ട് കൊള്ളയടിക്കുന്ന, കൊള്ളയടിക്കുന്ന സംസ്ഥാന പ്രസിഡന്റിനെ വേണ്ട എന്ന് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തമായിട്ട് കാശുള്ള, സ്വന്തം പാർട്ടി ഫണ്ട് കൊള്ളയടിക്കില്ല എന്ന് തോന്നിയ ഒരു കച്ചവടക്കാരനെ, ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അങ്ങ് കൊടുത്തു. ഇനി നിങ്ങൾ കുറച്ചു കാലം കൊണ്ടു നടക്കാൻ പറഞ്ഞു, എത്രയേ ഉള്ളൂ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിന്റെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ആണ് നമുക്കറിയേണ്ടത്. സാധാരണക്കാരെ അദ്ദേഹം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള പരിശോധിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ നമ്മുടെ മുമ്പിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ തികച്ചും അദ്ദേഹം മറ്റ് മേഖലയിൽ നിന്ന് വന്നെന്നൊക്കെ പറയുന്നതിനൊക്കെ അപ്പുറം അദ്ദേഹം തികച്ചും വർഗീയ പരാമർശം നടത്താൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ്. അതിൽ യാതൊരു ഫാക്റ്റിൻ്റെയും ബേസും വേണ്ട. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ നമുക്കറിയാമല്ലോ, ഞാൻ വിശദമായിട്ട് അത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ BJPയുടെ നേതാവ് പറയുന്നത് എന്താ, ഷാബു പ്രസാദ് പറഞ്ഞെന്താ, കർട്ടന് പുറകിലുള്ള ആളുകളെ ഞങ്ങൾ പലപ്പോഴും മുമ്പിലേക്ക് കൊണ്ടുവരുന്നിട്ടുണ്ടെന്ന്. ഇവരുടെ പ്രധാന നേതാക്കന്മാരുടെയൊക്കെ പ്രധാന പരിപാടികൾ ബഹുഭൂരിപക്ഷം കാലം കർട്ടന് പുറകിൽ പരിപാടി നടത്തുക. എന്തായിരുന്നു പരിപാടി? കലാപം ഉണ്ടാകുക, വർഗീയത പ്രചരിപ്പിക്കുക. അതിൽ കുറെ കൂടി മേന്മ കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കർട്ടന് മുമ്പിൽ കൊണ്ടുവന്ന് മാന്യനാണെന്ന് പ്രസന്റ് ചെയ്ത് ഭരണ നേതൃത്വത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഇവർ പറയുന്നത് എന്താ, 3 വർഷം കൊണ്ട് ഗോൾവർക്കർ RSSന്റെ നേതാവായിട്ട് ഉയർത്തപ്പെട്ടു, പിന്നെ അദ്ദേഹം 33 കൊല്ലക്കാലം പ്രവർത്തിച്ചു എന്ന്. ശരിയാണ്, ഒരു മൂർഖൻ പാമ്പുകളുടെ കൂട്ടത്തിലേക്ക് ഒരു രാജവെമ്പാല കടന്നു വന്നാൽ 3 ദിവസം വേണ്ട അതിൻ്റെ അഖിലേന്ത്യാ നേതാവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവർ വാഴിക്കും. അതുകൊണ്ട് അത് കേരളത്തിൽ ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെയ്തോ കുഴപ്പമില്ല, നിങ്ങളുടെ പാർട്ടിയുടെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. പക്ഷേ അതിനപ്പുറത്ത് സാധാരണ BJPക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പറയുന്നത് കേട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, പോസ്റ്റ് ഒട്ടിച്ച്, വെയിൽ കൊണ്ട്, മഴ നനഞ്ഞ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ആളുകളെ കൊല്ലാനും കൊലവിളിക്കാനും കൊല്ലപ്പെടാനും പോയ സാധാരണ BJPക്കാരെ നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യും? എന്തുകൊണ്ട്? എന്താണ് ശോഭാ സുരേന്ദ്രന്റെ അയോഗ്യത, എന്താണ് MT രമേശിന്റെ അയോഗ്യത, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരുടെ അയോഗ്യത എന്ന് പറയണ്ടേ? എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ പരിഗണിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ CPMന്റെ നേതാക്കന്മാരായിട്ടുള്ള പങ്ക് കച്ചവടം മാത്രമല്ല, കോർപ്പറേറ്റ് മുതലാളിയാണെന്നുള്ളത് മാത്രമല്ല, BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ പോലും വെല്ലുവിളിക്കാൻ പറ്റുന്ന ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ് അതിനുശേഷം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗീകാരം കിട്ടാതെ വരുമ്പോൾ കൊതിക്കറവിന്റെ പേരിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു നേതാവിനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതേ സംസ്ഥാനത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വാഴിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ രാഷ്ട്രീയം എന്താ? അതിലെ രാഷ്ട്രീയം ഇത്രയേ ഉള്ളൂ. ഒരു ബീഫ് കറിയിൽ ഉള്ളിയും മഞ്ഞളും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഉള്ളിയും മഞ്ഞളും തമ്മിലുള്ള തർക്കത്തിൽ വലിയ പ്രശ്നമുണ്ടായി പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായി ബീഫ് കറി ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരാളെ പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. ഒരു നല്ല കച്ചവടക്കാരൻ്റെ കയ്യിൽ ബിസിനസ് ഏൽപ്പിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. ഉള്ളി മഞ്ഞൾ എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയ ഭാഷയല്ലേ ജിൻഡോ? നമുക്കിവിടെ വേണോ?
ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ ഇപ്പം ബീഫ് കറിയിലെ ഉള്ളിയും മഞ്ഞളും എന്ന് പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചില പ്രയോഗങ്ങൾ താങ്കൾ ആവർത്തിച്ച് തോന്നിയോട് പറഞ്ഞാണ്. ഓക്കെ, ഇട്ടേക്കൂ. ഞാൻ ലാലിലേക്ക് എത്താം. ഷാബു, ഞാൻ നേരത്തെ ചോദിച്ചത് ഞാനിപ്പോൾ ജിൻഡോ പറയുന്നത്, താങ്കൾ മറുപടി പറഞ്ഞില്ല, അല്ലെങ്കിൽ താങ്കൾ മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ഇടപെടലേക്ക് പോയി. അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, നന്നായി മത്സരിച്ചു, തോറ്റു. അത് കഴിഞ്ഞ് അടുത്ത മന്ത്രിസഭയിൽ അദ്ദേഹത്തെ മന്ത്രിയാകുമ്പോഴേക്കും അത് നിരാശനാകുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത് ഇത്തരത്തിൽ പരാജയപ്പെട്ടൊരുത്തനെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ ഗുഡ് ബൈ, എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പരസ്യമായി അദ്ദേഹത്തിന് ട്വിറ്ററിൽ ഇട്ട ഒരാളാണ്. അതെന്തുകൊണ്ടാണ്? അത് രാഷ്ട്രീയ പരിചയമില്ലാത്തതുകൊണ്ടല്ലേ ഷാബു? ഇല്ല, ഇപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് അന്നേരം അങ്ങനത്തെ പ്രതികരണം നടത്തണമെന്ന് തോന്നി, അത് അവിടെ കഴിയുകയും ചെയ്തു, അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു, സംഭവം അവിടെ കഴിഞ്ഞു. ഇനി അതിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിരിക്കില്ല അദ്ദേഹം. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അദ്ദേഹത്തിന് കേരളത്തിൽ വന്ന് മുൻവിധികളില്ലാതെ എല്ലാ താല്പര്യങ്ങൾക്കും അതീതമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ശ്രീപത്മനാഭൻ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം രാഷ്ട്രീയം കൊണ്ട് ജീവിക്കേണ്ട ആളല്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരനായ പ്രൊഫഷണലാണ്. ഇത് രണ്ടും തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാളെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നാളെ എനിക്ക് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു കൺസേണും ഇല്ലാതെ റിസൾട്ട് ഓറിയൻറ്റഡായ ഒരു പ്രൊഫഷണലിനെ പോലെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും. BJPക്ക് ഇപ്പോൾ കേരളത്തിൽ വേണ്ടത് റിസൾട്ടാണ്. അതായത് വോട്ട് വിഹിതം കൂടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ സീറ്റ് എണ്ണം കൂടണം. ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു, അതേപോലെ അസംബ്ലിയിലേക്ക് ഒരു നിർണായക ശക്തിയായി മാറണം. ആ രീതിയിലുള്ള ഒരു വലിയ ജമ്പ് BJPക്ക് ഇപ്പോൾ കേരളത്തിൽ ആവശ്യമാണ്. ആ രീതിയിൽ റിസൾട്ട് ഓറിയൻറ്റഡായി, എപ്പോഴും റിസൾട്ട് ഓറിയൻറ്റഡായി പ്രവർത്തിക്കുന്ന, പ്രൊഫഷണലായി ചിന്തിക്കുന്ന ഒരു ലീഡർഷിപ്പ് കേരളത്തിൽ BJPക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല, ഈ അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് തന്നെ അറിയാം ഹാഷ്മി, കുറേ കാലമായിട്ട് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്ന കഥാപാത്രങ്ങൾ ആരാണ്? ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്ന കഥാപാത്രങ്ങളാണ് രാഷ്ട്രീയക്കാരാണ്. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ ചവിട്ടിക്കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൈയടിക്കുന്ന ഒരു സ്വഭാവം കേരളത്തിലുണ്ട്. അതായത് കേരളത്തിലെ പൊതുവെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഒരു വികാരമുണ്ട്, രാഷ്ട്രീയക്കാരെല്ലാവരും കള്ളന്മാരാണ്, ഇവന്മാരൊന്നും വേറൊരു പണിയും ചെയ്യാതെ വേറൊരു പണിക്കും കൊള്ളാത്തത് കൊണ്ട് ജനങ്ങളെ പറ്റിച്ച് രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്നവരാണ് എന്ന ഒരു ജനറൽ വികാരം പുതിയ വോട്ടർമാരുടെ ഇടയിലുണ്ട്, യുവാക്കളുടെ ഇടയിലുണ്ട്. അവിടേക്ക് ഒരു ജീവിതത്തിലും കരിയറിലും വിജയിച്ച സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഇവിടെ വരുമ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന വലിയ ഒരു സന്ദേശമാണ്, കേരളത്തിലെ വോട്ടർമാർക്ക് കൊടുക്കുന്ന വളരെ വലിയ ഒരു സന്ദേശമാണത്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി കേരളത്തിലുണ്ട്. അത് മാത്രമല്ല, അതൊരു പുതിയ രാഷ്ട്രീയ അനുഭവമാണ്, പുതിയ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിന് വലിയൊരു പോസിറ്റീവ് ചേഞ്ച്, ഒരു ഗെയിം ചേഞ്ചർ ആകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ അതിന് മറുപടിയായിട്ട് ഞാൻ പറയാം, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പിറന്ന പപ്പുമോനെയും പിങ്കിമോളെയും പിടിച്ച് അവിടെ അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും പാരമ്പര്യം കൊണ്ട് മാത്രം ലോക്സഭയിലെത്തി നേതാക്കന്മാരാക്കുന്ന ഏർപ്പാട് ഇവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഭാഷ ഞാൻ തിരിച്ചും ഉപയോഗിച്ചെന്നുള്ളേ ഉള്ളൂ. പപ്പുമോനും പിങ്കിമോളും ബോബനും മോളിയൊക്കെ ഇവിടെ രാഷ്ട്രീയ ആഭാസങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയല്ല എന്തായാലും കുറഞ്ഞ പക്ഷം BJPയിൽ അത് അത്രയും മാത്രം മനസ്സിലാക്കുക. ശരി, ഞാൻ ലാലിലേക്ക് എത്തും മുമ്പ് പപ്പുമോൻ പിങ്കിമോൻ എന്നൊക്കെ വന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു 3-4 സെൻറ്റൻസ് മറുപടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെയും MT രമേശിൻ്റെയും അയോഗ്യതകൾ എന്തായിരുന്നു എന്ന് പറയണ്ടേ? അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ച പൊളിറ്റിക്കൽ ചോദ്യമാണ്. സോഷ്യൽ മീഡിയ ഭാഷയായിക്കോട്ടെ, നാട്ടിലെ ആളുകൾ പറയുന്നതാണല്ലോ. ഇവിടെ ഷാബു പ്രസാദും ഈ BJPയുടെ പ്രതിനിധിയും പറഞ്ഞൊരു കാര്യമുണ്ട്, നാട്ടിലെ പൊളിറ്റീഷ്യൻസ് പണിക്ക് പോകാത്തവരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ളത്. താങ്കൾക്കൊരു ലാംഗ്വേജ് അക്കാഡമി ഉണ്ട്, ചായക്കട ഇപ്പോൾ ഉണ്ടോ?
അല്ല, ഞാൻ പണിയെടുത്താ ജീവിക്കുന്നത്. എനിക്ക് ചായക്കട 2.5 വർഷം മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കൃത്യമായിട്ട് പണിയെടുത്ത് വരുമാനം കണ്ടെത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇടപെടുന്ന പൊളിറ്റിക്സിലുള്ള ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സ്വന്തമായിട്ട് വരുമാനമുള്ള ആളുകളാണ്. ഞാൻ വിചാരിക്കുന്നത് ബി.ജെ.പിക്കാരും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പറയണം, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഒരു വരുമാനമില്ലാത്തത് കൊണ്ടാണോ സ്വന്തം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കുഴൽപ്പണമായിട്ട് അടിച്ചുകൊണ്ടുപോയത്? മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അങ്ങനെ പറയണ്ട. ഞാൻ മനസ്സിലാക്കുന്ന പൊതുപ്രവർത്തകർ മോശപ്പെട്ട ആളുകളാണെന്ന് പറയുന്ന ആളുകൾ പൊതുപ്രവർത്തകരാണെന്ന് പറഞ്ഞ് എങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ അഡ്രസ് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് മറ്റാളുകൾക്ക് വരുമാനമില്ല, അവർ പരാജയപ്പെട്ട ആളുകളായതുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയറിൽ വിജയിച്ച ഒരാളെ ഞങ്ങൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സാധാരണക്കാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ശരീര അധ്വാനം നടത്തുന്നതിന് ജീവിക്കുന്ന മനുഷ്യൻ നമുക്ക് നേരിട്ട് ശരി. ഓക്കെ, ഹാഷ്മി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഹാഷ്മി ഒരു ഒറ്റ സെക്കൻഡ് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒറ്റ കാര്യം. ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കരിയറിൽ പരാജയപ്പെട്ട ആളുകളുടെ മുമ്പിൽ കരിയറിൽ വിജയിച്ച ഒരു ബിസിനസ്മാനെ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ സാധാരണക്കാർ കരിയറിൽ പരാജയപ്പെട്ടു പോകുന്നത്? സർക്കാരിന്റെ കെടുകാര്യസ്ഥത, അവർക്ക് ജീവിക്കാൻ സാഹചര്യമാണ്, അതുകൊണ്ട് പരാജയപ്പെടുന്നു. അവിടെ സർക്കാരിന്റെ കാശുള്ളതിന്റെ മേന്മ കൊണ്ട് വിജയിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുക്കുന്ന സന്ദേശം. ഓക്കെ.